ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായി ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഫ്ലഷ് ടാങ്ക് സെപ്പറേറ്റ് വരുന്ന മോഡലാണ് ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്ലോസറ്റ് പൈപ്പിൻ്റെ അടുത്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. സെറാമിക് കോട്ടിംഗ് വരാത്ത ഭാഗത്തിനേക്കാൾ ഒരു പൊടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പൈപ്പിലേക്ക് ക്ലോസറ്റ് ഇറക്കി വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോസറ്റിൻ്റെ രണ്ട് എൻഡിൽ നിന്നും നമ്മൾ അളവ് എടുക്കണം. ഒരേ അളവായിരിക്കണം, അല്ലെങ്കിൽ ക്ലോസറ്റ് തിരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്ക്രൂ ചെയ്യാനുള്ള ഹോള് മാർക്ക് ചെയ്തെടുക്കുക എന്നതാണ്. ഈർക്കിളിയും ഷെല്ലാക്കും ഉപയോഗിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. 10 mm ഫിഷർ സെറ്റ് ചെയ്യാനായി നമ്മൾ 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചാണ് ഹോൾ ഇടുന്നത്. 4 ഹോളുകളാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അതിനു മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ആ ഹോളിൽ നമ്മൾ കുറച്ച് സിമെൻറ്റ് ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷമാണ് ഫിഷർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 10 mm ഫിഷറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഷർ ലൂസ് ആവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ക്ലോസറ്റ് പൈപ്പിലേക്ക് ഇറക്കി വെച്ച് സ്ക്രൂ ചെയ്യണം. 3 ഇഞ്ചിൻ്റെ ബ്രാസ് സ്ക്രൂ ആണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ സ്ക്രൂകളും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ സ്ക്രൂകളായി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക. സ്ക്രൂകളെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത ശേഷം അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫ്ലഷ് ടാങ്ക് ആണ്. ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യാനായി ബെൻഡ് പൈപ്പ് ഉപയോഗിച്ച് ഫ്ലഷ് ടാങ്ക് കണക്ട് ചെയ്തതിന് ശേഷം മുകളിലെ അളവ് എടുക്കണം. അതിനുശേഷം ക്ലാമ്പ് വരുന്നതിന് മുകളിലായി നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ക്ലാമ്പ് വെച്ചതിന് ശേഷം ഹോളിൽ നിന്നും ടോപ്പിലേക്കുള്ള അളവ് എടുക്കണം. ഇതിൻ്റെ അളവ് വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്നും അടിയിലേക്ക് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ആ സ്ഥലത്താണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് ഫിഷർ സെറ്റ് ചെയ്തത്. 6 mm ഫിഷറാണ് നമ്മൾ ഇതിനായി ഉപയോഗിച്ചത്. അവിടെയാണ് നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്ലഷ് ടാങ്ക് ആ ക്ലാമ്പിൽ തൂക്കിയിട്ടാൽ മതി. ഇനി നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ ടോപ്പും സീറ്റ് കവറും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ പൈപ്പ് ക്ലോസറ്റുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വെള്ളം ലീക്ക് വരാതിരിക്കാൻ ബുഷ് ഇട്ട് കൊടുക്കണം. ക്ലോസറ്റിൻ്റെ അടിഭാഗത്തും പൈപ്പുമായി കണക്ട് ചെയ്ത ഭാഗത്തും വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു.